ഹലോ എവ്രി വൺ, നമ്മൾ കീം ബൂസ്റ്റർ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെമിസ്ട്രിയിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഇപ്പോൾ നീറ്റിന്റെ എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ നമുക്ക് നീറ്റിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്? തെർമോഡൈനാമിക്സ്. നമ്മൾ വളരെയേറെ നിങ്ങൾ ഓരോരുത്തരും കാത്തിരുന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So first question നമുക്ക് നോക്കാം. The standard enthalpies of formation of water H2O liquid and carbon dioxide are respectively minus 286 kilojoule per mole and minus 394 kilojoule per mole. If the standard heat of combustion of CH4 gas is minus 891 kilojoule per mole, then the standard enthalpy of formation of CH4 gas is. So there are some data are given and we are supposed to find out the standard enthalpy of formation of methane CH4 gas. So ഇതിനകത്ത് നമുക്കിപ്പം ഇത് ചെയ്യാനായിട്ട് നമ്മളെ ഫണ്ടമെന്റലി സഹായിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് CH4. അപ്പം കമ്പഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? കമ്പഷൻ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ്, അല്ലെ? അപ്പോൾ ഓക്സിജനുമായിട്ടൊരു സംഭവം റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? പറ. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. സോ നമുക്കൊരു തെർമോഡൈനാമിക്സിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഫ്രെയിം ചെയ്തു. CH4 മീഥെയിൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടി. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റേറ്റ് വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ആണ്, ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസ് ആണ്, മീഥെയിൻ എന്ന് പറയുന്നതും ഗ്യാസ് ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താണ്? ഇത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ബാലൻസ് ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, 4 ഹൈഡ്രജൻ, നമ്മൾ അപ്പോൾ 2 ഹൈഡ്രജൻ ഇവിടെ കൊടുത്തു. ഇനി ഓക്സിജനെ ബാലൻസ് ചെയ്യണം. 2 ഓക്സിജൻ, ഇവിടെ 2, മൊത്തം 4 ഓക്സിജൻ. അപ്പോൾ നമ്മളിവിടെ 2O2 എന്ന് കൊടുത്തു. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റിയാക്ഷന്റെ, ഈ ഒരു കമ്പഷൻ റിയാക്ഷന്റെ ΔH കമ്പഷൻ തന്നിട്ടുണ്ട്. എത്രയാണ് ഈ ഒരു റിയാക്ഷന്റെ? ഇതിന് കമ്പഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ കമ്പഷൻ റിയാക്ഷൻ എഴുതി. അതിന്റെ എത്രയും തന്നിട്ടുണ്ട്? മൈനസ് 891 കിലോജൂൾ പെർ മോൾ. സോ ഈ 0 ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസ്, ഇപ്പൊ മീഥെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഗ്യാസ് ആണ്, ഓക്സിജൻ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഗ്യാസ് ആണ്, വാട്ടർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ലിക്വിഡ് ആണ്. അങ്ങനെ എല്ലാവരും അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അപ്പോൾ കിട്ടുന്ന എൻതാൽപ്പിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി എന്ന് പറയും. ക്ലിയർ ആണോ? ഇനി നമ്മൾ ഒരു എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് എനി റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് കമ്പഷൻ റിയാക്ഷൻ ആണ്. സോ എനിക്ക് ഇവിടെ എഴുതാം ΔH0 കമ്പഷൻ. ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ്. ഇവിടുത്തെ പ്രോഡക്റ്റ് ആരൊക്കെയാണ്? ഇവിടുത്തെ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം നമുക്കിവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. എന്താണ്? ΔH ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ നമുക്ക് പ്രോഡക്റ്റിന്റെ എല്ലാം എൻതാൽപ്പി കൂട്ടണം. അപ്പം പ്രോഡക്റ്റിന്റെ എൻതാൽപ്പി ഇവിടെ തന്നിരിക്കുന്നത് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഫോർമേഷൻ ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ്. ഓക്കെ, നമ്മൾ പ്രോഡക്റ്റിന്റെ ടോട്ടൽ എൻതാൽപ്പി എഴുതാണ്. ഇവിടെ വാട്ടർ എത്ര ഉണ്ട്? 2 ടൈംസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ. കാരണം ഇവിടെ 2 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. മൈനസ്, ഇനി അവിടെ റിയാക്റ്റന്റ് നോക്കാം. റിയാക്റ്റന്റ് നോക്കുമ്പോഴത്തേക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥെയിൻ CH4 പ്ലസ്. ഇനി നിങ്ങൾ പറ 2 ടൈംസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ. റൈറ്റ്? സോ ഇത്രയാണ് നമുക്ക് നമ്മുടെ ആ ഒരു തന്നിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, അറിഞ്ഞുകൂടാങ്കിൽ ഞാനിപ്പം പറഞ്ഞുതരാം. നമ്മൾ എലമെന്റ്സ് അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഉദാഹരണത്തിന് ഓക്സിജൻ എലമെന്റ് ആണ്. അപ്പോൾ ഓക്സിജൻ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്സിജൻ ഗ്യാസ് ആയിട്ടാണ്.
അപ്പം അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി അതേ കണക്ക് തന്നെ ഇപ്പോൾ അയൺ എടുക്കാം. അയൺ എക്സിസ്റ്റ് ചെയ്യുന്നത് അയൺ സോളിഡ് ആയിട്ടാണ്. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അയണിന്റെ എടുക്കുമ്പോഴത്തേക്ക് അത്രയായിരിക്കും 0 ആയിരിക്കും വരിക. ഇനി നമ്മൾ ഹൈഡ്രജൻ എടുക്കാം. ഹൈഡ്രജൻ എടുക്കുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ എക്സിസ്റ്റ് H2 ഗ്യാസ് ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ എടുത്താൽ അതും 0 ആയിട്ടാണ് വരിക. ഇപ്പൊ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവിടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. കാരണം അതൊരു എലമെന്റ് അല്ല. അപ്പൊ ഏതൊരു എലമെന്റും അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ കാർബണിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്താണ്? ഗ്രാഫൈറ്റ് ആണ് അതിന്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അലോട്രോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കേസിൽ ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് കാർബൺ അലോട്രോപ്പ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഏതൊരു എലമെന്റും അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് 0 ആണ്. എലമെന്റ്സിന്, കോമ്പൗണ്ട്സിനല്ല. പിന്നെ ഓക്സിജനൊക്കെ അത് O2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫോർമേഷൻ 0 എന്നെടുത്തത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്തല്ല, ഒരു എലമെന്റ്, അതൊരു കോമ്പൗണ്ട് ആണ്. അപ്പോൾ അവിടെ നമുക്ക് 0 എന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതേ ലോജിക്ക് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ അതേ ലോജിക്ക് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ കമ്പഷന്റെ വാല്യൂ നമുക്ക് ഇവിടെ ഉണ്ട്. എത്രയാണ്? -891 which is equal to delta H formation of carbon dioxide എത്ര തന്നിട്ടുണ്ട്? -394 അന്ന് തന്നിട്ടുണ്ട് അല്ലെ? ഇൻറ്റു 2 ടൈംസ് എത്ര തന്നിട്ടുണ്ട്? 2 ടൈംസ് വാട്ടർ. 2 ടൈംസ് വാട്ടറിന്റെ എത്ര തന്നിട്ടുണ്ട്? -286 എന്ന് തന്നിട്ടുണ്ട്. മൈനസ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ആരാണ്? ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് CH4 പ്ലസ് 0. കാര്യം ഇവിടെ നമ്മൾ ഓക്സിജന്റെ ഡെൽറ്റ എച്ച് ഫോർമേഷൻ ആണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓക്സിജൻ ഇവിടെ അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ തന്നെയാണ്. അതെന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇത്ര ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എൻതാൽപ്പി ഓഫ് കാർബൺ, നമ്മുടെ മീഥേനെ സോൾവ് ചെയ്തൂടെ? ഇതിൽ നിന്ന് നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥേൻ എഴുതാമല്ലോ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥേൻ ഈസ് ഈക്വൽ ടു, നമ്മുടെ ഈ ഒരു ടേമിനെ നമുക്ക് ഇവിടെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാം. -394 പ്ലസ് 2 ഇൻറ്റു -286 ഇവിടെ എന്താണ്? -891 ഇപ്പുറത്ത് വരുമ്പോൾ +891 ആവും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -75 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. റൈറ്റ്. സോ നമ്മളിവിടെ ഒന്നും ചെയ്തില്ല. നമുക്ക് തന്നിട്ടുള്ള ഡേറ്റയിൽ നിന്ന് നമ്മളൊരു റിയാക്ഷൻ എഴുതി. ആ റിയാക്ഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ ബാലൻസ് ചെയ്തു. അത് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഡെൽറ്റ എച്ച് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്രോഡക്റ്റ് മൈനസ് ഡെൽറ്റ എച്ച് റിയാക്റ്റന്റ് എന്ന് എഴുതി. പ്രോഡക്റ്റിനെ നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ ടേംസിൽ സമ്മ് ചെയ്ത് എഴുതി. ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 2 ടൈംസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 പ്ലസ് 2 ടൈംസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ. സോ ഈ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. കാരണം ഓക്സിജൻ അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ്. സോ അതിൽ നിന്ന് നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4നെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -75 കിലോ ജൂൾ പെർ മോൾ എന്ന ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഡ്സോർപ്ഷൻ ഈസ് അക്കംപനീഡ് ബൈ. അപ്പൊ അഡ്സോർപ്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം അഡ്സോർപ്ഷൻ എന്താണ്? ഒരു സർഫസ് ഫിനോമിനൻ ആണ്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ എന്താണ്? ഇത് നമ്മുടെ അഡ്സോർബെന്റ് ആണ്. അഡ്സോർബെന്റ് എന്ന് വെച്ചാൽ എന്താ? അഡ്സോർപ്ഷൻ നടക്കുന്ന പ്രതലത്തിനെയാണ് നമ്മൾ അഡ്സോർബെന്റ് എന്ന് പറയുന്നത്. അതിലേക്ക് ആര് വരികയാണ്? ഇത് നമ്മുടെ അഡ്സോർബേറ്റ് ആണ്. ഓക്കെ. അഡ്സോർബേറ്റ് വന്നിട്ട് അഡ്സോർബെന്റിന്റെ സർഫസിൽ എന്ത് ചെയ്യാണ്? അഡ്സോർബെന്റിന്റെ സർഫസിൽ ഇങ്ങനെ സർഫസിൽ അഡ്സോർബ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. സർഫസിൽ മാത്രം സംഭവിക്കുന്ന ഫിനോമിനയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. സോ ഇവിടെ ഇത് വന്നിട്ട് ഈ അഡ്സോർബേറ്റും അഡ്സോർബെന്റും തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതായത് കൈൻഡ് ഓഫ് ബോണ്ട് ഫോർമേഷൻ ആണ് വരുന്നത്. ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുമ്പോഴേക്ക് എൻതാൽപ്പി എന്തായിരിക്കും? ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് <0 ആയിരിക്കും. എക്സോതെർമിക് ആയിരിക്കും. എനർജി റിലീസ് ആണ് അവിടെ സംഭവിക്കുന്നത്. റൈറ്റ്. സോ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അഡ്സോർബേറ്റും അഡ്സോർബെന്റും തമ്മിൽ വരുന്നത്. അപ്പം ഡെൽറ്റ എച്ച് <0 ആയിരിക്കും. അതായത് എക്സോതെർമിക് ആയിരിക്കും നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും ഡിക്രീസ് ഇൻ എൻതാൽപ്പി എന്ന് പറയും. റൈറ്റ്. ഇനി എൻട്രോപ്പിക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. എൻട്രോപ്പി എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? മെഷർ ഓഫ്
റാൻഡംനെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെഷർ ഓഫ് റാൻഡംനെസ്. അതായത് നമ്മൾ ഫ്രീ ആയിട്ട് നടക്കാൻ, ഇപ്പൊ നമ്മൾ ഗ്യാസിനെ നോക്കുകയാണെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം ഫ്രീ ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പൊ ഗ്യാസ് മോളിക്യൂളിന്റെ എൻട്രോപ്പി ആരെക്കാട്ടി കൂടുതലായിരിക്കും? ലിക്വിഡ്സിനെ കാട്ടി കൂടുതലായിരിക്കും. മോളിക്യൂൾസിന് കുറച്ചും കൂടി ഫ്രീഡം കുറവാണ് ഗ്യാസിനെ അപേക്ഷിച്ചിട്ട്. ഇനി നമ്മൾ സോളിഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒട്ടും ഫ്രീഡം ഇല്ല മോളിക്യൂൾസിന്, അപ്പൊ അവിടെ എൻട്രോപ്പി വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഗ്യാസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി റാൻഡംനെസ് കൂടിയ അഡ്സോർബേറ്റുകൾ റാൻഡംനെസ് കൂടിയ അഡ്സോർബേറ്റുകൾ വന്നിട്ട് അഡ്സോർബെന്റുമായിട്ട് അവിടെ ഒരു ബോണ്ട് പോലെ ഫോം ചെയ്യുക, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വന്നിട്ട് അവിടെ അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ റാൻഡംനെസ് അവിടെ എന്ത് ചെയ്യാണ്? റാൻഡംനെസ് കുറയുകയാണ് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ. റാൻഡംനെസ് കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻട്രോപ്പി എന്ത് ചെയ്യാണ്? എൻട്രോപ്പി കുറയുകയാണ്. സോ നമ്മുടെ അഡ്സോർപ്ഷൻ ഈസ് അക്കംപനീഡ് ബൈ ഡിക്രീസ് ഇൻ എൻതാൽപി ആൻഡ് ഡിക്രീസ് ഇൻ എൻട്രോപ്പി. എൻതാൽപി കുറയുന്നതിന്റെ കാരണം പ്രോസസ് എക്സോതെർമിക് ആണ്, കാരണം അവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ബിറ്റ്വീൻ അഡ്സോർബേറ്റും അഡ്സോർബെന്റും തമ്മിൽ. പിന്നെ ഈ ഒരു ഫ്രീ ആയിട്ട് നിന്ന് അഡ്സോർബേറ്റ് മോളിക്യൂൾ ഇതിനകത്ത് വന്ന് അഡ്സോർബ് ആകുമ്പോഴത്തേക്ക് അതിന്റെ റാൻഡംനെസ് കുറയുന്നു. അപ്പൊ നമുക്ക് പറയാം എൻട്രോപ്പിയും കുറഞ്ഞു. സോ absorption is accompanied by decrease in enthalpy and decrease in entropy. That is nothing but option A is our answer, right? Clear ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, for the reaction 2Cl gas is changing into Cl2 gas, the correct option is. ഇപ്പൊ നമുക്കിവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, 2 Cl ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് Cl2 ഗ്യാസ് ആവുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കേ, 2 Cl ആറ്റം നേരത്തെ ഫ്രീ ആയിട്ട് നിന്നെയാണ്. അപ്പൊ ഇവർ കമ്പൈൻ ചെയ്ത് Cl2 ഗ്യാസ് ആയിട്ട് ഫോം ചെയ്തപ്പം ഇവരുടെ ആ ഒരു റാൻഡംനെസ്, അതായത് 2 പേരുണ്ടപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യായിരുന്നു അല്ലേ. പക്ഷെ ഒരു കമ്പൈൻ ചെയ്തപ്പോൾ അവരുടെ ഒരു മൂവ്മെന്റിന് റാൻഡംനെസ്സിന് എന്ത് പറ്റി? കുറഞ്ഞു. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു കേസിൽ പറയാം ഡെൽറ്റ എസ് എന്ന് പറയുന്നത് <0 ആണ്. അല്ലെങ്കിൽ നമുക്കിവിടെ ഡെൽറ്റ എൻ ജി എന്നൊരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഡെൽറ്റ എൻ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് gaseous പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് gaseous റിയാക്ടന്റ്. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് നോക്കുമ്പോഴത്തേക്ക് 1 ആണ്, 1 - 2. സോ 1 - 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. ഇപ്പൊ ഡെൽറ്റ എൻ ജി നെഗറ്റീവ് വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം എൻട്രോപ്പി അവിടെ <0 ആയിരിക്കും. ഇനി ഡെൽറ്റ എൻ ജി <0 ആണെങ്കിൽ നമുക്ക് പറയാം എൻട്രോപ്പി അവിടെ <0 ആയിരിക്കും. എൻട്രോപ്പി അവിടെ കൂടും, റൈറ്റ്? സോ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഇനി അവിടുത്തെ എന്താണ് എൻതാൽപി ചേഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം. എൻതാൽപി ചേഞ്ച് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ബോണ്ട് ഫോർമേഷൻ ആണ്. ബോണ്ട് ഫോർമേഷൻ, 2 Cl തമ്മിൽ ബോണ്ട് ഫോം ചെയ്യാണ്. ബോണ്ട് ഫോർമേഷൻ എന്ന് വെച്ചാൽ എനർജി റിലീസ് ആണ്. എനർജി റിലീസ് എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ എച്ച് <0, ദാറ്റ് ഈസ് എക്സോതെർമിക് ആണ്, റൈറ്റ്? സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ ഇതിനകത്ത് ഏതാണ്? നമ്മുടെ ആൻസർ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഡി, ഡെൽറ്റ എച്ച് <0, ഡെൽറ്റ എസ് <0. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The correct option for free expansion of ideal gas under adiabatic condition. Adiabatic conditionൽ ഫ്രീ എക്സ്പാൻഷൻ നടക്കുകയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്, റൈറ്റ്? സോ അഡിയബാറ്റിക് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് എന്താണ്? ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് Q എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിയാമല്ലോ. അഡിയബാറ്റിക് പ്രോസസ്സിൽ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് 0 ആയതുകൊണ്ട് നമ്മൾ Q = 0 എന്ന് എടുക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഫ്രീ എക്സ്പാൻഷൻ? ഫ്രീ എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ഇൻ വാക്വം. എക്സ്പാൻഷൻ ഇൻ വാക്വത്തിനെയാണ് നമ്മൾ ഈ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനിൽ വാക്വത്തിൽ എക്സ്പാൻഷൻ ചെയ്യുമ്പോഴത്തേക്ക് പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? -P external × dV ആണ്, ചേഞ്ച് ഇൻ വോളിയം ആണ്. ഇവിടെ പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് 0 ആണ്. സോ 0 × dV. അപ്പൊ നമുക്ക് വർക്ക് ഡൺ എന്ന് വെച്ചാൽ എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. ഇനി ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഡെൽ. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് Q0 ആണ്, W0 ആണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് നമുക്കറിയാം ഡെൽറ്റ U = Q + W ആണ്. അപ്പൊ നമുക്കിവിടെ Q + W = 0 എന്ന് എടുക്കാം. അപ്പം Q 0 ആണ്, W 0 ആണ്. അപ്പം ഡെൽറ്റ U എന്തായിരിക്കും? 0 ആയിരിക്കും.
അപ്പോൾ ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ എന്താണ്? NCV T2 മൈനസ് T1 ആണ്. NCV എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. T2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ. T1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ ടെമ്പറേച്ചർ. N എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു. അതായത് NCV T2 മൈനസ് T1 ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ N നമ്പർ ഓഫ് മോൾസ് ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. CV കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ 0 ആകാൻ ഒരേ ഒരു രണ്ട് പേർക്ക് സാധ്യതയുള്ള, അതായത് T2 മൈനസ് T1 ഇസ് ഈക്വൽ ടു 0. അതായത് നമുക്ക് എഴുതാം T2 ഇസ് ഈക്വൽ ടു T1 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 0. റൈറ്റ്? സോ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് Q0, പിന്നെ ആരാണ്, പിന്നെ നമ്മുടെ W0, അപ്പോൾ ഡെൽറ്റ ടിയും 0. സോ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The standard heat of formation of CH4, CO2 and H2O liquid are minus 76.2, minus 394.8 and minus 285.82 kilojoule per mole respectively. Heat of vaporization of water is 44 kilojoule per mole. Calculate the amount of heat evolved when 22.4 liter of CH4 kept under normal conditions is oxidized into its gaseous product. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള CH4നെ എന്ത് ചെയ്തെന്നാ പറയുന്നത്? CH4നെ ഓക്സിഡൈസ് ചെയ്യുന്നു. ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കമ്പഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ കിട്ടും. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേറ്റ്, ഓരോന്നിൻ്റെയും സ്റ്റേറ്റ് മാർക്ക് ചെയ്യുക. സോ CH4 എന്ന് വെച്ചാൽ ഗ്യാസ് ആണെന്ന് നമുക്കറിയാം, ഓക്സിജൻ എന്ന് വെച്ചാൽ ഗ്യാസ് ആണെന്നറിയാം, കാർബൺ ഡൈ ഓക്സൈഡും ഗ്യാസ് ആണെന്നറിയാം. ഇവിടെ തന്നിട്ടുണ്ട് വാട്ടർ, ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ. അപ്പോൾ ഇവിടെ ലിക്വിഡിൽ ഫോം ചെയ്ത വാട്ടറിനെ അത് ഗ്യാസ് ആക്കി മാറ്റി. അതായത് H2O ലിക്വിഡ് ആയിരുന്നു, അതിനെ നമ്മൾ H2O ഗ്യാസ് ആക്കി മാറ്റി. അവിടെ നമ്മൾ കുറച്ച് എനർജി കൊടുത്തു. അപ്പോൾ ആ എനർജി മൂലം ഉണ്ടായ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 44 കിലോ ജൂൾ പെർ മോൾ ആണ്. റൈറ്റ്? സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ റിയാക്ഷന്റെ എൻതാൽപ്പി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ടന്റ് ആണ്, അല്ലേ? സോ ഇനി നമുക്ക് പ്രോഡക്റ്റ് ഓരോന്നിന്റെ എൻതാൽപ്പി നോക്കാം. എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് നമ്മളിവിടെ ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് എഴുതുന്നില്ല, എൻതാൽപ്പി ഓഫ് വാട്ടർ എന്ന് എഴുതുന്നുള്ളൂ. കാരണം ഇവിടെ വാട്ടറിനെ അതിന്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്കാണ് കൊണ്ടുവരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, ഇത് ബാലൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഇക്വേഷനെ ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 2 വാട്ടർ വരും, അപ്പൊ ഇവിടെ 2 ഓക്സിജൻ വരും. 2 4 ഓക്സിജൻ ഇടത് വശത്ത്, 4 ഓക്സിജൻ വലത്ത് വശത്ത്, 4 ഹൈഡ്രജൻ. സോ കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആണ്. അപ്പൊ 2 വാട്ടർ ഉണ്ടാണ്, നമ്മളിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, 2. അപ്പൊ അത്ര ആകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ എൻതാൽപ്പി ചേഞ്ച് ആയി. മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ടന്റ് വേണം. എൻതാൽപ്പി ഓഫ് റിയാക്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 പ്ലസ് 2 ടൈംസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ ഗ്യാസ് ആണ്. അത് നമുക്കറിയാതെ 0 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ എടുക്കുന്നില്ല, കാരണം ഓക്സിജൻ അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇനി നമുക്കുള്ള വാല്യൂസിനെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? മൈനസ് 394.8. ഡൗട്ട് ഇല്ലല്ലോ. പ്ലസ് 2 ഇൻറ്റു ഇനി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ ആദ്യം ലിക്വിഡ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്, അതിനെ പിന്നെയാണ് നമ്മൾ ഗ്യാസ് ആക്കി മാറ്റുന്നത്. അപ്പം വാട്ടറിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇവിടെ ആദ്യം നമ്മൾ എടുക്കുന്നത് എത്രയാണ്? മൈനസ് 285.82. അതിന്റെ കൂടെ എത്ര കൂടി കൂട്ടണം? 44 കൂടി കൂട്ടണം, കാരണം അത് നമ്മൾ ലിക്വിഡ് ഗ്യാസ് ആക്കി മാറ്റി. മൈനസ് ഇനി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 എത്ര തന്നിരിക്കുന്ന? മൈനസ് 76.2 ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക മൈനസ് 802 കിലോ ജൂൾ എന്നാണ് കിട്ടുക. ഓക്കെ, സോ അതിന്റെ അർത്ഥം എന്താണ്? ഈ മൈനസിന്റെ അർത്ഥം എന്താണ്? മൈനസ് പറയുന്നത് വെച്ചാൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന വെച്ചാൽ ഇത് എന്താണ്? ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പം ഈ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് ആ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് ആക്ച്വലി നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവോൾവ് ചെയ്ത ഹീറ്റ് എത്രയെന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Under isothermal conditions, a gas at 300 Kelvin expands from 0.1 liter to
0.25 liter against a constant external pressure of 2 bar, the work done by the gas is. അപ്പോൾ ഇവിടെ ഐസോതെർമൽ കണ്ടീഷൻ ആണ് തന്നിരിക്കുന്നത്, പിന്നെ വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഐസോതെർമൽ കണ്ടീഷനിൽ നമുക്കറിയാം രണ്ട് വർക്ക് പോസിബിൾ ആണ്. ഒന്ന് റിവേഴ്സിബിൾ വർക്ക് ഉണ്ട്, പിന്നെ നമുക്കറിയാവുന്ന അടുത്ത വർക്ക് ഏതാണ്? ഇറിവേഴ്സിബിൾ വർക്കാണ്. ഓക്കെ, ഇറിവേഴ്സിബിൾ വർക്ക്. ഇപ്പൊ റിവേഴ്സിബിൾ തമ്മിലുള്ള വർക്ക് മനസ്സിലാവാനായിട്ട് ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മൾ 10 നിന്ന് 9.99 വരുന്നു, 9.98 വരുന്നു, പിന്നെ 10 നിന്നൊരു 5 വരുന്നു, റൈറ്റ്. സോ ഈ 10 നിന്ന് 9.99 വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ അതിന് തീർച്ചയായിട്ടും എളുപ്പത്തിൽ തിരിച്ച് 10 പോകാൻ പറ്റും, റൈറ്റ്. സോ ആ ഒരു ഡിഫറൻസ് കുറവായതുകൊണ്ട് ഇത്തരത്തിലുള്ള ചേഞ്ചുകളെയാണ് നമ്മൾ റിവേഴ്സിബിൾ ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു 10 നിന്ന് 5 വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് 5 നിന്ന് 10 തിരിച്ചു പോകാൻ പറ്റത്തില്ല, റൈറ്റ്. സോ അത്തരത്തിലുള്ള ചേഞ്ചുകളെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ രണ്ട് ടൈപ്പ് ചേഞ്ച് ഉണ്ട്, റിവേഴ്സിബിൾ ചേഞ്ചും ഇറിവേഴ്സിബിൾ ചേഞ്ചും. അപ്പൊ നമുക്ക് ഈ ഒരു കേസിൽ വർക്ക് ഡൺ ഐസോതെർമൽ കണ്ടീഷനിൽ റിവേഴ്സിബിൾ വർക്ക് ഡൺ ഉണ്ട്, ഇറിവേഴ്സിബിൾ വർക്ക് ഡൺ ഉണ്ട്. റിവേഴ്സിബിൾ കേസിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് -2.303 nRT ലോഗ് V2 by V1. V2 എന്ന് വെച്ചാൽ ഫൈനൽ വോളിയം, V1 എന്ന് വെച്ചാൽ ഇനിഷ്യൽ വോളിയം, വിച്ച് ഇസ് ഈക്വൽ ടു -2.303 nRT ലോഗ് P1 by P2. P1 എന്ന് വെച്ചാൽ ഇനിഷ്യൽ പ്രഷർ, P2 എന്ന് വെച്ചാൽ ഫൈനൽ പ്രഷർ. ഇനി ഇറിവേഴ്സിബിൾ വർക്ക് ആണെന്നുണ്ടെങ്കിൽ -P external into V2 minus V1, അല്ലെങ്കിൽ നമുക്ക് എഴുതാം -P external into nRT by P2 minus nRT by P1, അല്ലെങ്കിൽ നമുക്ക് എഴുതാം -nRT P external into 1 by P2 minus 1 by P1. സോ ഇതൊക്കെയാണ് നമ്മുടെ വേരിയസ് ഇക്വേഷൻസ് ഫോർ ഐസോതെർമൽ വർക്ക് ഡൺ. ഐസോതെർമൽ വർക്ക് ഡൺ എന്ന് വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ ഉള്ള വർക്കാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻ എ ഗ്യാസ് എക്സ്പാൻസ് അറ്റ് എ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എത്രയാണ്? 300 കെൽവിൻ തന്നിട്ടുണ്ട്. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? ഫ്രം V1 0.1 നിന്ന് എങ്ങോട്ടേക്കാണ്? V2 0.25 ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത്. അറ്റ് എ അഗെയിൻസ്റ്റ് എ കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ ഓഫ് 2 bar. അപ്പൊ നമുക്കിവിടെ ഇറിവേഴ്സിബിൾ ആണ്. കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷറിലേക്ക് എന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അത് ഇറിവേഴ്സിബിൾ വർക്കായിട്ടാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് -P external into V2 minus V1. അപ്പൊ ഇവിടെ P external തന്നിരിക്കുന്നത് എത്രയാണ്? 2 bar into V2 എത്രയാണ്? 0.25 minus 0.1. That is 2 into 0.15. 2 into 0.15 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 0.30 ലിറ്റർ ബാർ. 0.30 ലിറ്റർ ബാർ. കാരണം ഇത് ബാർ ആണ്, ഇത് ലിറ്റർ ആണ്. സോ ലിറ്റർ ബാർ ആണ്. ഒരു ലിറ്റർ ബാർ തന്നിരിക്കുന്നത് 100 ആണ്. സോ ഇത് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ്? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 30 ജൂൾ എന്ന് വരും, റൈറ്റ്. സോ -30 ജൂൾ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, റൈറ്റ്. സോ ഈ ആൻസർ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 mole of ethanol is produced reacting graphite, hydrogen and oxygen together. The standard enthalpy of formation is -277.7 kilojoule per mole. Calculate the standard enthalpy of reaction when 4 moles of graphite is involved. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഇക്വേഷൻ എഴുതാം. അപ്പോൾ നമുക്ക് എത്തനോൾ എന്ന് വെച്ചാൽ എന്താണ്? എത്തനോൾ എന്ന് വെച്ചാൽ നമുക്കറിയാം C2H5OH ആണ്. സോ എത്തനോൾ നമുക്കറിയാം ലിക്വിഡ് ആണെന്ന് നമുക്കറിയാം. അത് എവിടെ നിന്നൊക്കെ ഫോം ചെയ്തിരിക്കുന്ന? ഗ്രാഫൈറ്റ് എന്ന് വെച്ചാൽ ആരാണ്? കാർബൺ. സോ 2 കാർബൺ ഉണ്ട്, പ്ലസ് ഹൈഡ്രജൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മൊത്തം 6 ഹൈഡ്രജൻ ഉണ്ട്. സോ 3H2 ഗ്യാസ് പ്ലസ് ഓക്സിജൻ ഗ്യാസ്. സോ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു ഓക്സിജൻ ആക്കാൻ വേണ്ടി 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം ഈ ഒരു ഇക്വേഷൻ, അതായത് എത്തനോൾ ഇപ്പം അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സിൽ നിന്ന് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തുള്ള എല്ലാവരും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അപ്പോൾ ഈ ഒരു റിയാക്ഷന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? -277.7 കിലോ ജൂൾ പെർ മോൾ ആണ് തന്നിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ എത്ര മോള് എത്തനോൾ ഫോം ചെയ്യുന്നുണ്ട്? 1 മോൾ എത്തനോൾ ഫോം ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ 1 മോള് എത്തനോളിന് നമുക്ക് ചെയ്തപ്പോൾ അവിടെ റിലീസ് ചെയ്ത ഹീറ്റ് എത്രയാണ്? -277.7 കിലോ ജൂൾ പെർ മോൾ ആണ്, റൈറ്റ്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ 4 മോൾ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 4 മോൾ ഗ്രാഫൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 4 മോൾ ഗ്രാഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മോൾ കാർബൺ യൂസ് ചെയ്യണം. 4 മോൾ കാർബൺ ആണ്. അപ്പോൾ 4 മോൾ, ഇപ്പോൾ 2 മോൾ കാർബൺ എടുത്തപ്പോൾ നമുക്ക് 1 മോൾ എത്തനോൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ 4 മോൾ കാർബൺ എടുക്കും, നമുക്ക് 2 മോൾ എത്തനോൾ കിട്ടില്ല. ഓക്കെ, സോ 1 മോൾ എത്തനോളിൽ റിലീസ് ചെയ്തത് ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ 2 മോൾ എത്തനോൾ എടുക്കുമ്പോൾ റിലീസ് ആവുന്ന എത്രയായിരിക്കും? -277.7 into 2, അതായത് 14,555. So -55.4 kilojoule per mole. That is option B ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following process best describes atomization of CH4 gas? അപ്പം അറ്റോമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഗേഷ്യസ് ആറ്റംസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് CH4 ഗ്യാസ് ഇവിടെ തന്നിട്ടുണ്ട്. അറ്റോമൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്തിട്ട് കാർബൺ ഗ്യാസ് ആയിട്ടും 4 ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടും ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എനർജി അങ്ങോട്ട് കൊടുക്കുകയാണ്. എനർജി അങ്ങോട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ΔH എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പം അറ്റോമൈസേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് എൻഡോതെർമിക് ആണ്. അപ്പം എനർജി നമ്മൾ അങ്ങോട്ട് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. എനർജി നമ്മൾ അങ്ങോട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും റിയാക്ഷൻ. അപ്പം നമ്മൾ എനർജി ഒന്നും കൊടുക്കാതെ അത് തന്നെ റിയാക്ഷൻ നടക്കുവാണെങ്കിൽ നമ്മൾ അതിനെ സ്പോണ്ടേനിയസ് എന്ന് പറയും. അപ്പം നമ്മളൊരു എക്സ്റ്റേണൽ എനർജി കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷൻ നമ്മൾ എന്തെന്ന് പറയും? നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയും. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബിയും സിയും വരുന്നുണ്ട്. സോ ബോത്ത് ബി ആൻഡ് സി, ദാറ്റ് ഈസ് ഓപ്ഷൻ ഇ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദി പ്രോസസ് എ, ലിക്വിഡ് 0.05 atm 32 degrees Celsius is changing into A gas 0.05 atm 32 degrees Celsius. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എ എങ്ങോട്ടേക്ക് മാറുകയാണ്? അത് ഗ്യാസിലേക്ക് മാറുകയാണ്. മാത്രമല്ല അവിടെ എന്താണ്? ടെമ്പറേച്ചറും പ്രഷറും എന്താണ്? ടെമ്പറേച്ചർ 32 degrees Celsius ആണ്, പ്രഷർ 0.05 atm ആണ്. അപ്പം ടെമ്പറേച്ചറും പ്രഷറും ഫിക്സ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. അതായത് എ ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുന്നു, ഗ്യാസ് അത് തിരിച്ച് ലിക്വിഡ് ആകുന്ന ഒരു കണ്ടീഷൻ ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വാട്ടർ ലിക്വിഡ് ടു ഗ്യാസ് ആവുന്ന ടെമ്പറേച്ചർ എത്രയാണ്? ലിക്വിഡ് ടു ഗ്യാസ് ആവുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 100 degrees Celsius ആണ്. പ്രഷർ എത്രയാണ്? 1 atmosphere ആണ്. അപ്പോൾ അതേ കണക്ക് ഒരു ഫേസ് ചേഞ്ച് ആണ്. അതായത് ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുന്നത് പോണക്ക് ഒരു ഫേസ് ചേഞ്ച് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്, റൈറ്റ്? സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുന്നു. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് എൻട്രോപ്പി എന്തെന്ന് പറയും? എൻട്രോപ്പി ഈസ് ഗ്രേറ്റർ ദാൻ 0. കാരണം ഗ്യാസിൽ എന്താണ്? റാൻഡംനെസ് കൂടുതലാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഫ്രീ എനർജി ചേഞ്ച് ΔGയുടെ പ്രത്യേകത എന്താണ്? ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ΔG ഈക്വൽ ടു 0 ആണ്. ഇക്വിലിബ്രിയത്തിൽ ΔG അതായത് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമ്മുടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ വരിക. ഇനി ΔG ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? സ്പോണ്ടേനിയസ്. നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണെന്ന് പറയും. ΔG ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, അത് രണ്ടും സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. ഇനി ΔG ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? നോൺ സ്പോണ്ടേനിയസ് ആണെന്ന് പറയും. ഇനി ΔG ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ പറയും ഇക്വിലിബ്രിയം, പർട്ടിക്കുലർലി നമ്മൾ ഇക്വിലിബ്രിയം ആണെന്നും പറയും. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിക്സിംഗ് ഓഫ് N2 and hydrogen form an ideal gas mixture at room temperature in a container. For this process, which of the following statement is true? അപ്പൊ നമുക്കിവിടെ നൈട്രജനും ഹൈഡ്രജനും ഗ്യാസിനെ തന്നിട്ടുണ്ട്. 2 കണ്ടെയ്നർ വെച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവരെ മിക്സ് ചെയ്യാണ്. അപ്പം ആ ഒരു ബാരിയർ, അവർ തമ്മിലുള്ള ബാരിയറിനെ നമ്മൾ നീക്കി. അപ്പം N2 + H2. അപ്പം ഇതിനെ നമ്മൾ മിക്സിംഗ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊരു ഐഡിയൽ ഗ്യാസ് മിക്സ്ചേഴ്സ് ആണ്. ഐഡിയൽ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഐഡിയൽ ഗ്യാസുകളെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇവർ രണ്ടുപേരും മിക്സിങ്ങിനെ നമ്മൾ ഐഡിയൽ ഗ്യാസ് മിക്സ്ചർ എന്ന് എടുക്കുകയാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള കേസുകൾ ഐഡിയൽ ഗ്യാസ് മിക്സിങ്ങിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട 1-2 കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻതാൽപ്പി, അവിടെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ
എൻതാൽപ്പി ചേഞ്ച് ഇല്ല. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി അടുത്തെന്ന് വെച്ചാൽ ഡെൽറ്റ വി മിക്സ്, ഇവിടെ ഒരു വോളിയം ചേഞ്ച് ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവിടുത്തെ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് <0 ആയിരിക്കും. ഇനി അറിഞ്ഞിരിക്കേണ്ട അടുത്ത ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് <0 ആയിരിക്കും. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇത് ഒക്കുപ്പൈ ചെയ്ത വോളിയത്തിനെക്കാട്ടിലും കൂടുതൽ വോളിയം ഇപ്പോൾ അത് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം റാൻഡംനെസ് കൂടുന്നു. അപ്പോൾ ഐഡിയൽ ഗ്യാസ് മിക്സിങ്ങിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എൻതാൽപ്പി ചേഞ്ച് ഇല്ല, വോളിയം ചേഞ്ച് ഇല്ല, പക്ഷേ ഫ്രീ എനർജി ചേഞ്ച് <0 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? അത് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ എസ് മിക്സ് <0 ആയിരിക്കും. അതായത് നമ്മുടെ ഫ്രീ എനർജി, നമ്മുടെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് <0 ആയിരിക്കും. അപ്പൊ നമുക്കിനി ഓപ്ഷനിലേക്ക് ഒന്ന് വരാം. ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ സറൗണ്ടിങ് കൂടി തന്നിട്ടുണ്ട്. അപ്പൊ സറൗണ്ടിങ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആക്ച്വലി ഈ ഒരു സിസ്റ്റം തെർമോഡൈനാമിക്സിൽ സിസ്റ്റം ഉണ്ട്, സറൗണ്ടിങ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ സറൗണ്ടിങ്ങുമായിട്ട് യാതൊന്നും നമ്മൾ മിക്സ് ചെയ്യുന്നില്ല. അപ്പം സറൗണ്ടിങ്ങിന് എൻട്രോപ്പി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം സറൗണ്ടിങ്ങിന് എൻട്രോപ്പി നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇനി ബാക്കി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എൻതാൽപ്പി ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ എസ് സറൗണ്ടിങ് ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ എസ് സിസ്റ്റം ഈസ് <0 ആൻഡ് ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The standard enthalpy of formation of water Fe2O3 are respectively -286 kilojoule per mole and -824 kilojoule per mole. What is the standard enthalpy change for the following reaction? അപ്പോൾ നമ്മളിവിടെ റിയാക്ഷൻ ബാലൻസ് ചെയ്ത് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഓൾറെഡി നമുക്കിവിടെ ബാലൻസ്ഡ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിച്ചാൽ മാത്രം മതി. സോ നമുക്കറിയാം എൻതാൽപ്പി ചേഞ്ച് ഫോർ എ റിയാക്ഷൻ എന്ന് പറയുന്നത് എൻതാൽപ്പി ചേഞ്ച് ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് റിയാക്ടന്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇനി നമുക്ക് പ്രോഡക്റ്റിനകത്ത് ആരൊക്കെയുണ്ട്? വാട്ടർ ഉണ്ട്, അയൺ ഉണ്ട്. സോ 3 times എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ പ്ലസ് 2 times എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് അയൺ. അപ്പോൾ പ്രോഡക്റ്റ് കഴിഞ്ഞു. ഇനി റിയാക്ടന്റ് ആണ്. റിയാക്ടന്റ് ആരൊക്കെയുള്ളത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് Fe2O3 പ്ലസ് 3 times എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ. സോ ഇത്രയാണ് നമുക്ക് ഇക്വേഷൻ എന്ന് എഴുതാൻ പറ്റിയ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എഴുതിയ ഇക്വേഷൻ, റൈറ്റ്? സോ ഇനി നമുക്ക് ഇതിനകത്ത് ചില ആൾക്കാരെ 0 ആയിട്ട് എടുക്കാം. കാരണം ഈ അയണിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമുക്ക് 0 ആയിട്ട് എടുക്കാം. കാരണം അയൺ ഇവിടെ അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ, സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ഹൈഡ്രജന്റെ കേസ് നമുക്ക് 0 ആയിട്ട് എടുക്കാം. കാരണം ഹൈഡ്രജനും അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് 0 ആണ്, റൈറ്റ്? ഇതെല്ലാം സ്റ്റാൻഡേർഡ് കേസ്, സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ 0 ഇട്ടു. സോ അതെല്ലാം 0 ആണ്. അപ്പൊ നമുക്ക് ഇനി ഓരോരോ വാല്യൂസ് ആയിട്ട് നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കാം. 3 times എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ എത്ര തന്നിരിക്കുന്നത്? -286 പ്ലസ് ഇത് 0 ആണ്, 0 മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് Fe2O3 എത്ര തന്നിരിക്കുന്നത്? Fe2O3 തന്നിരിക്കുന്നത് -824, പിന്നെ മറ്റേ 0 ആണ്, അതിപ്പോൾ ഞാൻ എഴുതുന്നില്ല. അപ്പൊ നമുക്കിത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -34 കിലോജൂൾ പെർ മോൾ ആണ്. 34 കിലോജൂൾ പെർ മോൾ, ദാറ്റ് ഈസ് ഓപ്ഷൻ ഇ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The enthalpy change for a reaction at equilibrium is -20.5 kilojoule per mole. Then the entropy change for this equilibrium at 410 Kelvin is. അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. അപ്പൊ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞായിരുന്നു, ഇതിവിടെ തന്നിട്ടുണ്ട് ഇക്വിലിബ്രിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തിൽ ഡെൽറ്റ ജിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പം നമുക്ക് എഴുതാം ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ എസ് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ബൈ ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് ഇവിടെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? എൻതാൽപ്പി ചേഞ്ചിന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? -20.5 കിലോ ജൂൾ ആണ്. അപ്പം ഇൻറ്റു 10⁻³ ജൂൾ പെർ മോൾ എന്ന് വരും. ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ എത്രയാണ്? 410 കെൽവിൻ. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -50 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഒന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഡെൽറ്റ ജി 0 ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്തു. ക്ലിയർ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ
തനിയെ ചെയ്ത് നോക്കുക. ബട്ട് സ്റ്റിൽ ഞാൻ എന്തായാലും ഇവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നിർത്തി വെച്ചിട്ട് ഇത് സോൾവ് ചെയ്തിട്ട് പിന്നീട് വന്നിട്ട് നോക്കുക. റൈറ്റ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ദ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈസ് -2840 kilojoule per mole. Then the amount of heat evolved when 0.9 gram of glucose is burnt. Right? So നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. ഗ്ലൂക്കോസിന്റെ ഫോർമുല നമുക്കറിയാം എന്താണ്? C6H12O6 ആണ്. അതിനെ ബേൺ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് ഇവിടെ കിട്ടുന്നത്. ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് 6, ഇവിടെ നമുക്ക് 6. സോ ടോട്ടൽ 12, 18 ഓക്സിജൻ ഉണ്ട്. സോ ഇവിടെ ഓൾറെഡി 6 ഉണ്ട്. സോ 12, 18. സോ എല്ലാം ബാലൻസ് ആയി. സോ ഇവിടെ തന്നിരിക്കുന്നത് കിലോ ഒരു മോൾ ഗ്ലൂക്കോസ് ബേൺ ചെയ്തപ്പോൾ ഇവിടുത്തെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, അതായത് കമ്പഷന്റെ എൻതാൽപ്പി റിയാക്ഷൻ വന്നിരിക്കുന്നത് -2840 kilojoule per mole ആണ്. ഓക്കെ. സോ ഒരു മോൾ ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ നമുക്കറിയാം എത്രയാണ്? 180 ഗ്രാം ഗ്ലൂക്കോസിനെ ബേൺ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് -2840 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0.9 ഗ്രാം ഉള്ളപ്പോൾ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പൊ എക്സിനെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സിനെ സോൾവ് ചെയ്യുന്നത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സിനെ സോൾവ് ചെയ്യുന്നത് x is equal to -2840 into 0.9 divided by 180. 180 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത -284 into 9 divided by 180. സോ ഇത് 22 into 10 ആണ്. സോ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് -142 divided by 10, that is -14.2 joule, -14.2 kilojoule. കാരണം ഇത് നമ്മൾ 2840 kilojoule എന്നല്ല എടുത്തിട്ട്, അപ്പോൾ -14.2 kilojoule അത്രയും ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. സോ നമുക്കുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അത്രയും ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. സോ നമ്മൾ ബേസിക്കലി ഇന്ന് കീമിലും നീറ്റിലും ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, തെർമോഡൈനാമിക്സിന് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എനിക്കറിയാം എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടില്ല. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. നീറ്റിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അത് നമുക്കൊരു പാർട്ട് 2 എന്നുള്ള രീതിയിൽ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓടിപ്പോയിട്ട് ഈ ഒരു കാര്യം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കുള്ള മറ്റ് കൺസേൺസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാനതെല്ലാം വായിക്കുന്നുണ്ട്. എല്ലാത്തിനും മറുപടിയും നൽകുന്നതാണ്. സോ നന്നായിട്ട് പഠിക്കുക, നല്ല കോൺഫിഡൻറ്റോടെ ഇരിക്കുക, എപ്പോഴും വിജയിക്കും എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ടാകട്ടെ. സോ ടേക്ക് കെയർ, സ്റ്റഡി വെൽ, ബൈ.